صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور يسعى ليعمر دنياه وهو رقيق الطبع صبور الإسلام سلام فينا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسوله الأمين വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ നേതാക്കന്മാരെ, സഹോദരന്മാരെ, ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ ജുസ് ആണ്. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ ജുസ്ഇൽ 23-ാം അധ്യായമായ അൽ മുഅ്മിനൂൻ, അതുപോലെ തന്നെ 24-ാം അധ്യായമായ സൂറത്തുൻ നൂർ, 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാനിൻ്റെ ആദ്യത്തെ 20 വചനങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത്. ആകെ 202 ആയത്തുകളാണ് ഈ ഒരു ജുസ്ഇൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. ആദ്യമായി അതിലെ 7 ആയത്തുകളിൽ പറയുന്നത് സത്യവിശ്വാസികൾക്ക് വിജയം കൈവരിക്കാനുള്ള 7 ഗുണങ്ങളെക്കുറിച്ചാണ്. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ, അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവർ, സക്കാത്ത് നൽകുന്നവർ, ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവർ, വിശ്വസ്തത പാലിക്കുന്നവർ, ഉടമ്പടികൾ പാലിക്കുന്നവർ, നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവർ. തുടർന്നുള്ള 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നുണ്ട്. കളിമണ്ണിൽ നിന്നുള്ള സത്ത് പിന്നീട് ശുക്ലബിന്ദുവാവുകയും രക്തപിണ്ഡമായി മാറുകയും മാംസപിണ്ഡമാവുകയും എല്ലുകൾക്ക് മാംസം ധരിപ്പിച്ച് പിന്നീട് അതൊരു മനുഷ്യ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. പിന്നീട് 22 വരെയുള്ള വചനങ്ങളിൽ ഒലീവെണ്ണയെക്കുറിച്ചും കന്നുകാലികളിലുള്ള ഉപകാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പാൽ, മാംസം, വാഹനം ഒക്കെ നമുക്ക് കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരങ്ങളാണ്. 23 മുതൽ 30 വരെയുള്ള വചനങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധനവും അനുബന്ധ ചരിത്രവുമാണ് വിശദീകരിക്കുന്നത്. 31 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ നൂഹ് നബിക്ക് ശേഷം ഒരുപാട് തലമുറകൾ ഉണ്ടായിട്ടുണ്ട് എന്നും അവരിലെല്ലാം അള്ളാഹു റസൂലുകളെ അയക്കുകയും ആ റസൂലുകളെയൊക്കെ അവിടെയുള്ള ആളുകൾ കളവാക്കി എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ലഭിച്ച ശിക്ഷകളെക്കുറിച്ചും ഖുർആൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വിവരം ലഭിച്ചിട്ടില്ലാത്ത ഒരുപാട് തലമുറകൾ അവിടെ കഴിഞ്ഞു പോയിട്ടുള്ളതായിട്ടും വിശുദ്ധ ഖുർആൻ നമുക്ക് സൂചന നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരെ കളവാക്കിയ ആളുകളുടെ വാദഗതികൾ വിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മെപ്പോലുള്ള ഒരു മനുഷ്യൻ ദൈവദൂതനാകുന്നത് എങ്ങനെ? മറ്റൊന്ന്, മരണാനന്തരം വീണ്ടും ജീവിപ്പിക്കപ്പെടുമോ എന്നൊരു ചോദ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. 51 മുതൽ 56 വരെയുള്ള വചനങ്ങളിൽ ഏക സമുദായമായി കഴിയേണ്ട മനുഷ്യർ വിഭിന്ന കക്ഷികളായി തീർന്നു. ഓരോ കക്ഷിയും തൻ്റേതാണ് ശരിയെന്ന് കരുതി അതിൽ തൃപ്തി അടയുകയും ചെയ്തു. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഭിന്നകക്ഷികളെയെല്ലാം അള്ളാഹു വെറുതെ വിട്ടുകളയുമെന്ന് ആരും വിചാരിക്കരുതെന്ന താക്കീതും ഈ വചനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. 57 മുതൽ 61 വരെയുള്ള വചനങ്ങളിൽ ആർക്കെങ്കിലും വല്ലതും കൊടുക്കുമ്പോൾ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ടാകുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 62-ാമത്തെ വചനം ഏതൊരാളുടെയും കഴിവിനനുസരിച്ചല്ലാതെ അവനോട് അള്ളാഹു ശാസിക്കുകയില്ല, ആരോടും അനീതിയോ അക്രമമോ ചെയ്യപ്പെടുകയില്ല. 63 മുതൽ 71 വരെയുള്ള വചനങ്ങൾ അവിശ്വാസികൾ ഖുർആനെ പറ്റി ചിന്തിക്കുന്നേയില്ല. ഖുർആനെയും നബിയെയും പരിഹസിക്കുക, സത്യവിശ്വാസികളെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. 72 മുതൽ 77 വരെയുള്ള വചനങ്ങൾ അവിശ്വാസികളായ ആളുകളെ എത്ര തന്നെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിച്ചാലും അവർ സത്യമാർഗത്തിൽ പ്രവേശിക്കാതെ തെറ്റിപ്പോകുന്നവരാകുന്നു. ഖിയാമത്ത് നാളിലെ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് അവർ കണ്ണു തുറക്കുക. ഈ 75 മുതൽ 77 വരെയുള്ള ആയത്തുകൾ മദീനയിൽ അവതരിച്ചതാണ് എന്ന് ഈ സൂറത്ത് യഥാർത്ഥത്തിൽ മക്കയിൽ അവതരിച്ചതാണ്. എന്നാൽ ഈ ഒരു 3 വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 78 മുതൽ 83 വരെയുള്ള വചനങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിശ്വാസികൾ ധിക്കാരപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി. 84 മുതൽ 90 വരെയുള്ള വചനങ്ങൾ
എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് എന്നറിഞ്ഞിട്ടും മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെയും മറ്റു സൃഷ്ടികളെയും ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. 91, 92 വചനങ്ങൾ. അള്ളാഹു മക്കളെ സ്വീകരിച്ചിട്ടില്ല, അവനോടൊപ്പം വേറെ ഇലാഹുമില്ല, അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നു. 93 മുതൽ 98 വരെയുള്ള വചനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ അവിശ്വാസികൾക്ക് താക്കീത് ചെയ്ത ശിക്ഷ വരികയാണെങ്കിൽ അക്രമികളായ ജനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരക്കാരുടെ ദുഷ്ചെയ്തികൾ ബാധിക്കാതെ രക്ഷ പ്രാപിക്കുന്നതിനുള്ള 2 ഉപദേശങ്ങൾ അള്ളാഹു ഈ വചനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 99, 100 വചനങ്ങളിൽ മരണാസന്നരായി ഇനി അനുഭവിക്കാനിരിക്കുന്ന കഠിന ശിക്ഷകൾ കാണുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ ഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി മടക്കണമേ എന്ന് അവിശ്വാസികൾ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു. 101 വചനം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആ ദിവസം വന്നെത്തിയാൽ പിന്നെ ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ മാത്രം ചിന്താകുലരാകും എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു. 102 മുതൽ 104 വരെയുള്ള വചനങ്ങൾ. സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്തവർ വിജയിക്കുകയും കുറഞ്ഞുപോയ ആളുകൾ നരകവാസികളായി തീരുകയും ചെയ്യുന്നു. 105 മുതൽ 111 വരെയുള്ള വചനങ്ങൾ. ശിക്ഷയുടെ അവസരത്തിൽ ഭൂമിയിലേക്ക് മടക്കിക്കൊടുക്കുവാനുള്ള അപേക്ഷ കൊണ്ട് യാതൊരു ഗുണവുമില്ല, അവർക്ക് അള്ളാഹു നൽകുന്ന മറുപടിയും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. 112 മുതൽ 114 വരെയുള്ള വചനങ്ങൾ. ഇഹലോക ജീവിതത്തിന് പ്രാധാന്യം നൽകി പരലോകത്തെ നിഷേധിച്ചു കളഞ്ഞ അവിശ്വാസികളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനവർ നൽകുന്ന മറുപടിയുമാണ്. 115 മുതൽ 118 വരെയുള്ള വചനങ്ങൾ. ഈ ഒരു സൂറത്ത് ആരംഭിക്കുന്നത് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. തീർച്ചയായും അവിശ്വാസികൾ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് വരുന്നത് 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ്. പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ആചാരമര്യാദകൾ, ശിക്ഷാ നിയമങ്ങൾ, വ്യക്തിപരമായ കടമകൾ, സാമൂഹ്യ ബാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിലുള്ള മതനിയമങ്ങൾ. താരതമ്യേന സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഇതിൽ ഉൾക്കൊള്ളുന്നു. വ്യഭിചാരത്തെയും അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ച അധ്യായം. 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ വ്യഭിചാരം നടത്തിയ സ്ത്രീക്കും പുരുഷനുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നവരെ മുഹ്സൻ എന്നും ഗൈറ മുഹ്സൻ എന്നും വിഭജിച്ചിരിക്കുന്നു. ഒരാളെപ്പറ്റി വ്യഭിചാരോപണം നടത്തുന്നവൻ 4 സാക്ഷികൾ മുഖാന്തരം തെളിയിക്കാത്ത പക്ഷം 80 അടി ശിക്ഷ നൽകണമെന്ന് ഖുർആൻ പറയുന്നു. വ്യഭിചാരത്തിൽ ഏർപ്പെട്ട മുഹ്സനായ ആളുടെ ശിക്ഷ എറിഞ്ഞുകൊല്ലാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. മുഹ്സനല്ലാത്ത ആളുടെ ശിക്ഷ 100 അടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നു. 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വ്യഭിചാരോപണം നടത്തിക്കഴിഞ്ഞാൽ അവരവർ ഒഴികെ മറ്റു സാക്ഷികളൊന്നും തങ്ങൾക്കില്ലാതിരിക്കുന്ന അവസ്ഥയിൽ അവരിൽ ഓരോരുത്തരും നിർവഹിക്കേണ്ട സാക്ഷ്യം വിശുദ്ധ ഖുർആൻ പറയും. തീർച്ചയായും താൻ സത്യവാന്മാരുടെ കൂട്ടത്തിലാകുന്നു എന്ന് അള്ളാഹുവിന്റെ പേരിൽ 4 പ്രാവശ്യം പറയുകയും 5-ാമതായി താൻ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം തന്റെ മേൽ ഭവിക്കട്ടെ എന്ന് പറയലുമാകുന്നു. 11 മുതൽ 21 വരെയുള്ള വചനങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുണ്ടായ അപവാദമാണ്. അപവാദം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. അതിന്റെ കൂടെ പ്രചരിപ്പിച്ച ആളുകളാണ് മിസ്തഹ്, ഹസ്സാൻ ഇബ്നു സാബിത്, ജഹ്ഷിന്റെ മകൾ ഹംന. 22-ാം വചനം. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അപരാധം പറയുന്നതിൽ പ്രധാനിയായ മിസ്തഹിന് ഇനിമേലിൽ സഹായം തുടരുകയില്ലെന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറഞ്ഞത് തിരുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. 28 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. അന്യ വീടുകളിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദ. വീട്ടുകാർക്ക് സലാം പറയണം, പ്രവേശനത്തിന് അനുമതി ചോദിക്കണം. 30 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. നോട്ടത്തെ നിയന്ത്രിക്കാനും ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കാനുമുള്ള കൽപ്പന. സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം. സ്ത്രീകളുടെ ഭംഗി കാണിക്കപ്പെടുന്നതിന് വിരോധമില്ലാത്തവർ ആരൊക്കെ? 1 ഭർത്താക്കന്മാർ, അവരുടെ പിതാക്കൾ, അവരുടെ ഭർത്തപിതാക്കൾ, അവരുടെ പുത്രന്മാർ, അവരുടെ ഭർത്തൃപുത്രന്മാർ, അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദര പുത്രന്മാർ, അവരുടെ സഹോദരീ പുത്രന്മാർ, മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, വലങ്കൈ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമകൾ, ലൈംഗികാസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ, സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ, അവരുടെ പിതൃവ്യൻ, അതുപോലെ അവരുടെ അമ്മാവൻ. ഇത് ഹദീസിൽ വന്നതാണ് ഈ അവസാനം പറഞ്ഞ 2 എണ്ണം.
32 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ വിവാഹവും അടിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നു. 35 മുതൽ 38 വരെയുള്ള വചനങ്ങൾ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉപമയും അള്ളാഹുവിന്റെ വീടുകൾ അഥവാ പള്ളികളെ കുറിച്ചും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ കുറിച്ചും പഠിപ്പിക്കുന്നു. 39-40 വചനങ്ങൾ അള്ളാഹുവിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിക്കാത്ത അവിശ്വാസികൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ അവിശ്വാസ നിമിത്തം ഫലശൂന്യമായിരിക്കും എന്ന് പഠിപ്പിക്കുന്നു. 41-42 വചനങ്ങൾ ഓരോ വസ്തുവും അള്ളാഹു അതിന് നിശ്ചയിച്ചു കൊടുത്ത സ്തോത്ര കീർത്തനങ്ങളും കർമ്മങ്ങളും നടത്തി വരുന്നു എന്ന് പഠിപ്പിക്കുന്നു. 43-44 വചനങ്ങൾ മഴ വർഷിക്കുന്നത്, അതുപോലെ മിന്നൽ, രാവും പകലും ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. 45-46 വചനങ്ങൾ എല്ലാ ജന്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. 47-49 വചനങ്ങൾ കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണ്. 51-52 വചനങ്ങൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കുമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാണ് വിജയികൾ എന്ന് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. 53-57 വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ നിലയിൽ അനുസരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് പരലോകത്ത് നേട്ടമുണ്ട്. അന്ന് അവർക്ക് ഇഹലോകത്തും ഈ ഒരു സാഹചര്യം അവർ തുടരുകയാണെങ്കിൽ അവർക്ക് നേട്ടങ്ങളുണ്ട് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. 58-59 വചനങ്ങൾ വീടിനുള്ളിൽ തന്നെ അന്യോന്യം പ്രവേശിക്കുന്നതിനുള്ള ചില മര്യാദകളാണ്. അതിന് 3 സമയങ്ങൾ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സമയവും ഉച്ച സമയവും ഇശാ നമസ്കാരാനന്തരമുള്ള സമയവും, ഈ 3 സമയങ്ങൾ. 60 വാർദ്ധക്യ നിമിത്തം ഭർത്താവിന്റെ ആവശ്യമില്ലാതെയും സന്താനങ്ങൾ ജനിക്കാതെയുമുള്ള സ്ത്രീകൾക്ക് ശരീരം മറയ്ക്കേണ്ടുന്ന വിഷയത്തിൽ സാധാരണ സ്ത്രീകളുടെ അത്ര നിഷ്കർഷത ആവശ്യമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 61 വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുന്നതിനെ കുറിച്ചാണ്. 62-ാമത്തെ വചനം സംഘങ്ങളും സംഘടനകളും അനുഷ്ഠിക്കേണ്ടുന്ന ചില ബാധ്യതകളും നേതാവിനെ അനുസരിക്കുന്നതും അച്ചടക്കവുമായി ബന്ധപ്പെട്ടതാണ്. 63-ാമത്തെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരപൂർവ്വം മാത്രമേ സംബോധന ചെയ്യാവൂ എന്ന കാര്യമാണ്. 64-ാമത്തെ വചനം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് പഠിപ്പിക്കുന്നു. 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ സത്യാസത്യങ്ങൾക്കും നന്മ തിന്മകൾക്കും ഇടയിൽ വിവേചനം ചെയ്യുന്ന പ്രമാണമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന് ഫുർഖാൻ എന്നും പേരുണ്ട്. ഖുർആൻ പ്രവാചകന്മാർ, അന്ത്യദിനം എന്നിവയെ നിഷേധിക്കുകയും അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ദൈവമാക്കുന്നതിന്റെ നിരർത്ഥതക്ക് 4 കാരണങ്ങൾ ഖുർആൻ പറയുന്നു. 1, വല്ലതിനെയും സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിവുള്ളവയല്ല, ആശ്രയം ആവശ്യമുള്ള സൃഷ്ടികളാണ്. പരസഹായമില്ലാതെ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാനോ വല്ല ഉപദ്രവവും ചെയ്യാനോ കഴിയില്ല. ജീവനുള്ളതിന്റെ മരണവിഷയമോ ജീവനില്ലാത്തതിന്റെ ജീവിതകാര്യമോ ഒന്നും തന്നെ അവയുടെ അധീനത്തിൽപ്പെട്ടതല്ല. 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ ഖുർആനെ നിഷേധിക്കുവാനായി മുശ്രിക്കുകളുടെ വാദങ്ങളാണ്. ആ നിഷേധികൾക്ക് മറുപടി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിച്ചു. 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന മുശ്രിക്കുകളുടെ ജൽപ്പനങ്ങളും അതിന്റെ മറുപടികളുമാണ്. 11 മുതൽ 16 വരെയുള്ള വചനങ്ങൾ അന്ത്യസമയത്തെ വ്യാജമാക്കിയ അവിശ്വാസികൾക്കായി കത്തിജ്വലിക്കുന്ന നരകം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും ഭയഭക്തന്മാരായ ആളുകൾക്ക് അവരുടെ പ്രതിഫലം ശാശ്വത സ്വർഗമാണ് എന്നും പഠിപ്പിക്കുന്നു. 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു വരുന്ന ആരാധ്യരോട് അന്ത്യനാളിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ മറുപടിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിച്ച് നടത്തിയ ആക്ഷേപങ്ങൾക്ക്, അഥവാ ഈ സൂറത്തിലെ തന്നെ 7-ാമത്തെ വചനത്തിൽ അവർ പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മറുപടിയാണ് 20-ാമത്തെ വചനം എന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം. പരമാവധി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പടച്ചറബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഇസ്ലാം മനുഷ്യത്വത്തെ അങ്ങേ അറ്റം വിലവെക്കുന്നത് കൊണ്ട് തന്നെ കുടുംബ സംവിധാനത്തെ അങ്ങേയറ്റം വിലമതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ ഇന്ന് നാട്ടിൽ പ്രചരിക്കുന്നത് പോലെ ആരോടും വിവേചനമോ തരം താഴ്ത്തലുകളോ ഒന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം അതാണ്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 124-ാമത്തെ വചനം. വമൻ യഅമൽ മിനസ്സാലിഹാതി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. നന്മയുടെ കാര്യത്തിൽ ആര് ചെയ്താലും, ആണാകട്ടെ പെണ്ണാകട്ടെ, അവിടെ കണ്ടീഷൻ എന്നേ ഉള്ളൂ, വഹുവ മുഅ്മിൻ, അവന്റെ വിശ്വാസം, അതാണ് അവിടെ കണ്ടീഷനായിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർക്ക് സ്വർഗത്തിന് കാരണമാകാൻ ആ അമല സ്വാലിഹാത്തുകൾ മതി. അള്ളാഹു ചേർത്ത് പറഞ്ഞു, ആണ് ചെയ്തത് കൊണ്ട് നന്മ നന്മയാകാതിരിക്കുകയില്ല. പെണ്ണ് അതേ നന്മ ചെയ്താൽ ആ നന്മ തിന്മയാവുകയില്ല. വലാ യുദ്ലമൂന നഖീറ, ആണാകട്ടെ പെണ്ണാകട്ടെ ചെയ്തത് നന്മയാണോ അതിന് ഒട്ടും അനീതി അവർ അഭിമുഖീകരിക്കേണ്ടി വരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്തുകൊണ്ട് ഇസ്ലാം ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും നന്മ നന്മയാണ് തിന്മ തിന്മയാണ് എന്ന് പറയാനുള്ള കാരണം, അങ്ങനെയല്ലാത്ത ഒരു കാലഘട്ടം നമ്മിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. സഹോദരങ്ങളെ, പുരുഷനും സ്ത്രീയും ചേർന്നതാണ് നമ്മുടെ മനുഷ്യ സമൂഹം. സമൂഹത്തിന്റെ പകുതി സ്ത്രീകളാണ്. സമൂഹത്തിന്റെ പകുതി സ്ത്രീകളാണ്. പുരുഷന്റെയും സ്ത്രീയുടെയും പ്രകൃതം വ്യത്യസ്തമാണ് എന്നത് നമുക്കാർക്കും പരിചിതമല്ലാത്തതല്ല. ആണിന്റെയും പെണ്ണിന്റെയും ശരീരവും മനസ്സും രണ്ടും വ്യത്യസ്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്തേ കാരണം? രണ്ടുപേർക്കും സമൂഹത്തിലും കുടുംബത്തിലും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും ദൗത്യവും ഇപ്പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഉപകാരപ്രദമായ, സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ ആ കുടുംബം അർത്ഥപൂർണമാവുകയുള്ളൂ. അവിടെ പുരുഷന് പുരുഷന്റേതായ വ്യക്തിത്വമുണ്ട്, സ്ത്രീക്ക് സ്ത്രീകളുടേതായ വ്യക്തിത്വമുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയാനുള്ള കാരണം? ആ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത, സ്വത്വത്തെ അംഗീകരിക്കാത്ത, ജീവന് പോലും അവകാശം നൽകാത്ത ഒരു കാലഘട്ടം ഇസ്ലാമിന് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വത്തിനോ അനന്തരാവകാശത്തിനോ ഒന്നും അവകാശമില്ലാത്ത ഒരു കാലഘട്ടം. അക്കാലഘട്ടത്തിലാണ് ഇസ്ലാം ആരായിരിക്കണം സ്ത്രീയെന്നും ആരാണ് പുരുഷനെന്നും എന്താണ് കുടുംബമെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമുക്കൊന്നും പരിചയമില്ല. അങ്ങനെ പെണ്ണൊന്ന് ജനിച്ചാൽ മുഖം കറുക്കുന്ന മുഖങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ചിന്ത ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് സമൂഹത്തിന്റെ ചുമരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, അല്ലാഹുവിന്റെ സമ്മാനമായ സന്താന സൗഭാഗ്യം ലഭ്യമാകുന്നത് അത് സ്ത്രീയാണ്,
പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ളല്ല വജ്ഹഹു മുസ്വദ്ദ വഹുവ കലീം. അവർക്ക് ദേഷ്യം വരികയാണ്, കോപം വരികയാണ്, അവരുടെ മുഖം കറുത്തിരുണ്ടു പോവുകയാണ്. എന്താണ് കാരണം? അതൊരു ഭാഗ്യക്കേടായിട്ടാണ്, ശകുനമായിട്ടാണ്, മോശമായിട്ടാണ് ആ ജനത കണ്ടിരുന്നത് എന്നാണ്. ഇസ്ലാമിന് കൃത്യമായിട്ട് പറയാനുണ്ട്. അവൾക്ക് സ്വത്വവും ജീവനും ജീവിതവും എല്ലാം വകവെച്ചു കൊടുക്കണം. എന്തേ കാരണം? അതൊരു ജീവനാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് ഇസ്ലാം കൃത്യമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, അനന്തരാവകാശത്തിന്റെ ചർച്ചയും മറ്റുമൊക്കെ ഇന്ത്യയുടെ ഭരണഘടനയിൽ വരെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് നൽകേണ്ടതില്ല എന്ന് വരെ പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പരിപൂർണമായി നൽകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അവർക്കുള്ള ഓഹരി ഉണ്ട്. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. പുരുഷന്മാർക്ക് അനന്തരാവകാശത്തിൽ ഓഹരിയുണ്ട്. സമൂഹത്തിൽ സ്ത്രീ നിർവഹിക്കേണ്ട പങ്ക് എന്ത് എന്ന് ബോധ്യപ്പെട്ട ജഗനിയന്താവായ നാഥൻ അവർക്കും നൽകിയിട്ടുണ്ട് ഓഹരി. ആ അനന്തരാവകാശം വകവെച്ചു കൊടുത്തത് ഇസ്ലാം സ്ത്രീയുടെ സ്വത്വത്തെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ്. ആ അംഗീകാരം ഇന്ന് നൽകാൻ പലർക്കും മടിയാണ്. അതിൽ നിന്ന് പലരും പിറകോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വിഭാഗമോ സ്ത്രീ ഇങ്ങനെയൊന്നുമല്ല ആകേണ്ടത്. അവളുടെ സ്വത്വം എന്ന് പറയുന്നത് അവളുടെ ഇഷ്ടം പരിപൂർണമായും ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് അതീതമായി അവൾക്ക് തുറന്നു കാട്ടുവാൻ അവകാശം നൽകണം എന്നാണ്. എന്തേ ഇപ്പറഞ്ഞ അവകാശം അവർ വിവക്ഷിക്കുന്നത്? കാര്യമായിട്ട് സ്ത്രീകൾക്കില്ലാത്ത അവകാശമായിട്ട് ഇന്ന് പുരോഗമനവാദികൾ കാണുന്നതെന്നറിയോ? അവരൊന്ന് ഔറത്ത് മറച്ചാൽ അത് അവകാശ നിഷേധമാണ്, സ്വാതന്ത്ര്യ നിഷേധമാണ്, അവർക്ക് സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാത്തതാണ് എന്ന് പലപ്പോഴും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെയൊക്കെ? എന്തിനു വേണ്ടിയിട്ടാ? വിശുദ്ധ ഖുർആൻ കൃത്യമായി വസ്ത്രത്തിന്റെ കാര്യത്തിൽ വരെ നിങ്ങൾക്ക് സുരക്ഷിതത്വത്തിന്റെ കാരണമാണ് എന്ന് വിശദീകരിച്ചതുകൊണ്ട് അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് മുസ്ലിം സമൂഹം അതിനെപ്പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അതപ്പതിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ ഒന്ന് വിരൽ ചൂണ്ടണം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്ന ആൺ പെൺ എന്നുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും ആ ഒരു കുടുംബമുണ്ടാകുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ ജീവിതത്തിൽ സംജാതമാകേണ്ടത് എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, സമൂഹത്തിലെ ചെറിയ യൂണിറ്റാണ് കുടുംബം. അവിടെ ഉണ്ടാകേണ്ടത് എന്താണ്? സന്തോഷമാണ്, സമാധാനമാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് ഉത്തരവാദിത്വത്തിൻ്റെയും ബാധ്യതയുടെയും ദൗത്യങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകളുമായി വീട്ടിലേക്ക് പ്രയാസത്തോടു കൂടി കടന്നു വരുന്ന ഒരു പുരുഷന് ആ പ്രയാസത്തെയെല്ലാം ഇറക്കി വെക്കാൻ കഴിയുന്ന സമാധാനത്തിൻ്റെ, സന്ദേഹത്തിൻ്റെ, സമാനുഭാവതയുടെ എല്ലാറ്റിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് ആ ഭാര്യ മാറണമെന്നാണ്, ആ ഇണ മാറണമെന്നാണ്. ഇവിടെ പലരും ഉദ്ധരിക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രം നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഒറ്റ ചരിത്രം നമ്മളൊന്ന് ആഴത്തിൽ വായിക്കണം. ഏതാണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ എടുത്തു കാട്ടുമ്പോൾ എൻ്റെ മനസ്സിന് കനപ്പെട്ട പ്രയാസം സമ്മാനിച്ചത് വഹിയിറങ്ങുന്ന സമയത്ത്, ആദ്യമായിട്ട് വഹിയിറങ്ങുമ്പോൾ ഞാൻ പേടിച്ച ആ പേടിയാണ്. ആ പേടിയും പേറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനത്തിന്റെ ഗേഹമായ ഖദീജ ബീവിയുടെ അടുത്തെത്തിയപ്പോ ഖദീജ ബീവി സമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ട് മൂടൂ യാ ഖദീജ എന്ന് പറഞ്ഞപ്പോ
ആ മൂടിയ ആ പുതപ്പുണ്ടല്ലോ, ആ പുതപ്പിനകത്തുണ്ടായിരുന്ന വിവക്ഷകൾ നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സ്നേഹം, സമാധാനം, ലാളന, സംരക്ഷണം, സുരക്ഷിതത്വം ഇതെല്ലാം പ്രവാചകന് നൽകാൻ ആ ഒരു പുതപ്പ് കൊണ്ട് സാധിച്ചു എന്നാണ്. അവിടെയാണ് പുരുഷന്മാരുടെ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഭർത്താവിന്റെ ഇണതുണ ബന്ധത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രയാസപ്പെട്ടു വരുന്ന ഭർത്താവിന് ശാശ്വത പരിഹാരം സമാധാനത്തിലൂടെ സമ്മാനിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, സംരക്ഷണം അവകാശപ്പെടുന്ന, ആശിക്കുന്ന, പ്രതീക്ഷിക്കുന്ന തുണക്ക് അത് അതേപോലെ തിരിച്ചു നൽകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുക. അപ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. ഖുർആൻ പറയുന്ന ആ വചനങ്ങളിൽ ഒന്ന് നോക്കിയേ. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രകൃതി ദൃഷ്ടാന്തങ്ങളാണ്. ആകാശത്തെയും ഭൂമിയെയും രാപ്പകലുകളുടെ മാറി മാറി വലലിനെയും ആകാശത്തു നിന്ന് മഴയിറക്കിയിട്ട് ഭൂമിയിലുണ്ടാകുന്ന ചെടികളും സസ്യങ്ങളും സസ്യലതാദികളെയും ഇതെല്ലാം ദൈവമുണ്ട്, ഏക രക്ഷിതാവായ നാഥനുണ്ട് എന്നതിന് തെളിവാണ് എന്ന് പറയുന്നതിനിടക്കാണ് വമിൻ ആയാതിഹി, തതുല്യമാണ്. വമിൻ ആയാതിഹി, അതേപോലെ തന്നെ ദൃഷ്ടാന്തമാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെ മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യന്റെ സ്വത്വത്തെ തിരിച്ചറിയുന്ന, മനുഷ്യന്റെ കുറവുകളെ അംഗീകരിക്കുവാനും ബോധ്യപ്പെടുവാനും മനസ്സിലാക്കുവാനും സാധ്യമാകുന്ന മനുഷ്യ മനസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകൾ ഉണ്ടാക്കി തന്നത് ലിതസ്കുനൂ ഇലൈഹ, പരസ്പരം സമാധാനം പങ്കുവെക്കലുകളാവാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താ ഉണ്ടാവുക? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവിടെ മവദ്ദത്ത് ഉണ്ടാകും, റഹ്മത്ത് ഉണ്ടാകുന്ന. സഹോദരങ്ങളെ, ഇക്കാര്യം പറഞ്ഞപ്പോ ഖുർആൻ ഹുബ്, സ്നേഹം, ഇഷ്ടം എന്നുള്ള വാക്കല്ലല്ലോ ഉപയോഗിച്ചത്. അവിടെ മവദ്ദ എന്നാണ്. വദൂദിൽ നിന്ന് വരുന്ന, സ്നേഹനാഥനിൽ നിന്ന് നമ്മുടെ മനസ്സകങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ആ സ്നേഹബന്ധത്തിനാണ്, ഊഷ്മളമായ ബന്ധത്തിനാണ്, സ്നേഹത്തിനാണ് മവദ്ദ എന്ന് പറയുക. കൂടെ എന്തു വേണം? കാരുണ്യം കൂടി അല്ലാഹു തആല നമ്മളിലേക്ക് ഇട്ടു തന്നു. എന്നിട്ട് റബ്ബ് പറയുന്ന എന്താണ്? ഇന്ന ഫീ ദാലിക ലആയാത് ലിഖൗമി യതഫക്കറൂൻ, എവിടെയോ ജീവിച്ച രണ്ടുപേർ, ഇതുവരെ പരിചയമില്ലാത്ത അപരിചിതരായ രണ്ടുപേർ ഒന്നിച്ച് അവർ പരസ്പരം പ്രേമിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നത്, അതിന് മുകളിൽ, അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതിന് തെളിവാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. തീർന്നില്ല സഹോദരങ്ങളെ, ഇങ്ങനെ ആ ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പലതും നമ്മുടെ നാട്ടിൽ നടക്കും. ഈ ബന്ധത്തിനെ ഇല്ലാതാക്കുന്ന, പവിത്രതയെ നശിപ്പിക്കുന്ന പലതും നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ നാവിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അഭിമാനത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വില ഇസ്ലാം നൽകിയിട്ടുണ്ട്. അടയാളങ്ങളില്ലാത്ത, പിൻബലമില്ലാത്ത ആക്ഷേപത്തെ സൂക്ഷിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ മനുഷ്യബന്ധത്തെയും കുടുംബ ബന്ധത്തെയും അത് ഉടച്ചു കളയും എന്നത് തന്നെയാണ്. സൂചിപ്പിച്ചുവല്ലോ, ആ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ആരോപണം നടത്തിയാൽ 4 സാക്ഷികൾ ഉണ്ടായാലേ ആ തെറ്റ് തെറ്റായി മാറൂ എന്നല്ല ഖുർആൻ പറയുന്നത്. ശിക്ഷക്ക് കാരണമാകണമെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടാവണം എന്നാണ്. തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരോപകന് ശിക്ഷ നൽകണം എന്ന് പറഞ്ഞു. എന്തെന്നറിയോ? പരിശുദ്ധ ഇസ്ലാം നമ്മുടെ അഭിമാനത്തിന് അത്രത്തോളം വില നൽകിയിട്ടുണ്ട്. നമ്മുടെ അഭിമാനത്തിന് അത്രത്തോളം വില നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഈ അഭിമാനം നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ അകങ്ങളിൽ നിന്നാകുമ്പോൾ അതിന് വേദന ഒന്നുകൂടി കൂടും. അതുകൊണ്ട് തന്നെയാണ് സാക്ഷികളുടെ എണ്ണം കൂട്ടിയത്. ഭർത്താവാണെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണമെന്ന് അടിവരയിട്ട് പറയുവാനുള്ള കാരണവും അതാണ്. എങ്കിലും കൂടെ ചേർത്ത് പറഞ്ഞു,
വ്യഭിചാരം എന്നത് മഹാപാതകമാണ്. അടുത്തു പോകാൻ പാടില്ല, അടുത്തു പോകരുത്. കാരണം വിവാഹത്തിന് മുൻപുള്ള വ്യഭിചാരം എന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെ അടുക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. വ്യഭിചാരിക്ക് ഇണയായിട്ട് വ്യഭിചാരിയെ തന്നെയേ ലഭിക്കുകയുള്ളൂ. അത് മുശ്രിക്കാണെങ്കിൽ അങ്ങനെ തന്നെയാ ലഭ്യമാവുകയുള്ളൂ എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചാരം ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 6 കാര്യങ്ങൾ അതിനെ തുടർന്നു വരും. അതിൽ 3 ദുനിയവിയാണ്, 3 പാരത്രികമാണ്. എന്നിട്ട് പറഞ്ഞു, യാ മഅശറന്നാസ് തഖുസ്സിന ഫഇന്ന ഫീഹി 6 ഖിസാലിൻ 3 ഫിദ്ദുനിയ. 3 പ്രയാസങ്ങൾ, 3 കാര്യങ്ങൾ ദുനിയാവിലാണ്. വസലാസും ഫിൽ ആഖിറ, 3 കാര്യങ്ങൾ പാരത്രികമായ ലോകത്താണ്. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മല്ലദീ ഫിദ്ദുനിയ, ദുനിയാവിൽ എന്താ? ഫതദ്ഹബുൽ ബുഹാ വതുറത്തുൽ ഫഖർ വതൻഖുസുൽ ഉമർ. കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ ലാവണ്യത്തെ, സൗന്ദര്യത്തെ അത് നഷ്ടപ്പെടുത്തും. രണ്ടാമത്തത് സൂചിപ്പിച്ചു, ദാരിദ്ര്യത്തെ അത് അവകാശപ്പെടുത്തും. ആയുസ് അത് ചുരുക്കിക്കളയും. ദുനിയാവിലെ പ്രശ്നങ്ങളാണ്. പാരത്രികമായോ വഅമ്മല്ലത്തി ഫിൽ ആഖിറതി ഫതൂജിബു സഖ്ത, അല്ലാഹുവിന്റെ കോപത്തിനാണ് അത് കാരണമാവുക. വസൂഉൽ ഹിസാബ്, മോശമായ വിചാരണയായിരിക്കും നേരിടേണ്ടി വരിക. വൽ ഖുലൂദ് ഫിന്നാർ, മഹാപാപമായ വ്യഭിചാരത്തിന് സാക്ഷ്യം വഹിച്ചവർ അവർ നരകത്തിൽ ശാശ്വതമാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അങ്ങനെ ഒരു തിന്മയിൽ, അങ്ങനെ ഒരു പാതകത്തിൽ മുഴുകാൻ മനുഷ്യ മനസ്സ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അൽ ഖബീസാതു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്വയ്യിബാതു ലിത്വയ്യിബീൻ വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. നല്ലവർ നല്ലവർക്ക് അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഭാവിയിലും കൂട്ടായിട്ട് അല്ലാഹു നൽകാൻ പോകുന്നത് അത് തന്നെയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള തിന്മയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ കൈകളിലുള്ളത് ധാർമ്മികമായ ബോധവും മൂല്യവുമാണ്. അവിടെ നമ്മുടെ ബാധ്യതയായിട്ടുള്ളത് ഈ സുരക്ഷ, സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ സുരക്ഷ നൽകേണ്ടവർ പുരുഷന്മാർ തന്നെയാണ്. അത് സമൂഹത്തിന്റെ ബാധ്യത തന്നെയാണ്. ഇതെങ്ങനെയാ ഖുർആൻ വീക്ഷിക്കുന്നത്? യുദ്ധപ്രഖ്യാപനം പോലെയാണ്. മർദ്ദിക്കപ്പെടുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല, ധർമ്മസമരം ചെയ്യുന്നില്ല എന്ന് ഖുർആനിന്റെ ആഹ്വാനമാണ്. സഹോദരങ്ങളെ, അവർ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത്തരത്തിൽ അപകീർത്തിപ്പെടുത്തപ്പെടുന്നത്, അക്രമത്തിന് ഇരയാക്കപ്പെടുന്നത്? അങ്ങനെ ഇല്ലാതിരിക്കാൻ ഖുർആൻ നൽകുന്ന നിർദ്ദേശമാണ്, വസ്ത്രം എന്നത് നമ്മളുടെ അലങ്കാരത്തെയും സൗന്ദര്യത്തെയും മറച്ചു വെക്കാൻ വേണ്ടിയല്ല, സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. കുറച്ച് മുൻപ് ഒരു ചാനൽ ചർച്ചയിൽ ചോദിച്ചല്ലോ, ഒരു മുസ്ലിം നാമധാരി പറഞ്ഞല്ലോ, എന്ത് തെളിവാണ് മുഖമക്കനക്ക് വിശുദ്ധ ഖുർആനിലുള്ളത്? അത് ഖുർആൻ അപ്പോൾ തന്നെ എടുത്തു കാട്ടിയിട്ടുണ്ട്. 24-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ, വൽയദ്രിബ്ഹിന്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, മാറിടത്തിലൂടെ അവരുടെ മുഖമക്കന അവർ താഴ്ത്തിയിടട്ടെ. ഇത് സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്, സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലല്ല. ഇവിടെ സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടില്, നമ്മുടെ കുടുംബത്തില് പലപ്പോഴും ഒരു കുറവ് എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്, കയറി വരുന്ന പെൺകുട്ടി അവളുടെ സ്ഥാനവും അവരുടെ ഉത്തരവാദിത്വവും എന്താണ് എന്ന് പലപ്പോഴും അവൾക്കറിയുന്നില്ല. കെട്ടിച്ചോടത്ത് അന്നെ കെട്ടിച്ചു പോയി, കയറി വന്ന പെണ്ണ് എവിടെയാണ് അവൾ നിൽക്കേണ്ടതെന്ന് പലപ്പോഴും അവർക്ക് തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, ഭാര്യ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഹോർലിക്സും ചായയും പലഹാരങ്ങളും തന്ന് സ്വീകരിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലൊരു സ്വീകാര്യത ലഭ്യമാകാതിരിക്കുമ്പോൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് അവള്, എന്തെങ്ങനെ ആവാൻ കാരണം എന്നാവോലെ. അത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്.
അതും ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ മവദ്ദത്തും റഹ്മത്തും പൂത്തുലയുന്ന ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.